ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പിനേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിന് കേട്ടോ. നമ്മളെ മസാല സാധനം വേണം, അതുപോലെ തന്നെ പിന്നെ അല്ലാണ്ട് എനിക്ക് ചോപ്പർ പൊട്ടിപ്പോയിനല്ലോ എൻ്റെ. അപ്പോൾ ചോപ്പർ വേണ്ടീനു, അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡൊക്കെ പോയിന് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ ഏരിയത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ എല്ലാ സാധനവും, ഒരുവിധ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ അങ്ങനെ നോക്കി നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഞാൻ ബില്ലിട്ടിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുമല്ലോ. അപ്പം വെറുതെ വേസ്റ്റായി പോകണ്ടല്ലോ സാധനങ്ങളെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബില്ലിട്ടു കേട്ടോ. അപ്പോൾ മസാല സാധനത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് ആദ്യം പോയത്. അപ്പം മൈദ അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ സാധനം തീരുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ തിരക്കായിരുന്നു. നോമ്പായത് കൊണ്ടാണെന്നൊന്നും അറിയില്ല, ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞപ്പൊടി മുളക് പൊടിയൊന്നും ഞാൻ വാങ്ങിക്കില്ല കേട്ടോ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈമേലുണ്ടായിരുന്നു, ഞാൻ വാങ്ങി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അടുത്ത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിനല്ലോ. അപ്പം പാസ്ത എടുത്ത് വെച്ചതാണ് കേട്ടോ, നമ്മളെ മക്രോണി. അത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല പോലാക്കിയത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ ഈ ട്രോളിയിലേക്ക് എടുത്ത് വെച്ചിട്ടോ. ഞാനതൊന്നും കാണിച്ചില്ല. ഇനി ഞാനത് കുപ്പിയിലേക്ക് ആക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പെരിഞ്ജീരകം, അതുപോലെ തന്നെ നമ്മളെ കരിഞ്ജീരകം, അങ്ങനെ കണ്ട ഐറ്റംസൊക്കെയാണ് കേട്ടുള്ളത്. അതുപോലെ തന്നെ ഗോതമ്പത്തിൻ്റെ നുറുക്ക്, കടല, ചെറുപയർ, അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ ആ ഭാഗത്ത്. പിന്നെ ഇവിടെ അവിൽ കണ്ടിട്ട് നോക്കിയതാണ് കേട്ടോ. ഭയങ്കര വലിപ്പം കേട്ടോ ഈ ഒരു അവിലിന്, നല്ല വലിപ്പം. വെള്ള അവിലും അതുപോലെ തന്നെ ഒരു ചുവന്ന അവിലില്ലേ, അത് രണ്ടും ഉണ്ടായിരുന്നു. അപ്പം നല്ല വലിപ്പം കേട്ടോ. അങ്ങനെ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവിലൊന്നും നമ്മൾ വാങ്ങിക്കില്ല കേട്ടോ. അവിലൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കില്ല. പിന്നെ ഈ ഒരു പാക്കറ്റ് കണ്ടില്ലേ, ഇത് മുത്താറി അവിലോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, മുത്താറി പൊരിച്ചതോന്നറിയില്ല. മുത്താറിയാണ് അതിൻ്റെ മേലുള്ളത്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മളതൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ അത് കണ്ടിട്ട് ഒരു കൗതുകം തോന്നിയാലൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മസാലപ്പൊടികളാണ് കേട്ടോ. ചിക്കൻ മസാല, ഗരം മസാല, ചേന മസാല, അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ മുകളിലേക്ക് പോയിട്ടോ. അതിൻ്റെ നേരെ മേലെ പോയാൽ ഇങ്ങനെ കണ്ട സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ. പാത്രങ്ങൾ, നമ്മളെ കിച്ചൺ സാധനങ്ങൾ മൊത്തം കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ്. ഇപ്പം നമ്മൾ താഴേന്ന് മേലേക്ക് വന്നതാണ് കേട്ടോ. താഴത്തെ ഈ ഒരു ഇതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെ പിന്നെ സ്റ്റെയർമേൽ വെച്ചതാണ് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ. അപ്പോൾ പാത്രം ഇടയിൽ കൂടിയാണ് ഞാൻ എടുത്തൊക്കെ നോക്കുന്നുണ്ട്. നമ്മളെ കൈ എങ്ങനെയാണെന്നല്ലോ, എല്ലാ സാധനവും ഒന്ന് തൊട്ടും തോണ്ടിയൊക്കെ നോക്കിയാൽ നമുക്കൊരു സമാധാനമാവും. വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മളിതെല്ലാം ഒന്ന് നോക്കിയല്ലോ എടുത്തിട്ട്. അപ്പം ഞാൻ ചോപ്പറിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച ചോപ്പർ എനിക്ക് കിട്ടിയില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ആദ്യമുള്ള ചോപ്പർ ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയ. അത് നല്ല ചോപ്പറായിരുന്നു കേട്ടോ. 2-3 വർഷം ഞാനത് ഉപയോഗിച്ചിന്. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ചായ പാരുന്ന ഈ ഒരു പാത്രം, എന്ത് ഭംഗിയല്ലേ കാണാൻ.
അപ്പോൾ അതങ്ങനെ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് അത് അവിടെ വെച്ച്. ഞാനല്ല കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്, എൻ്റെ മോളാണ്. അപ്പോൾ ഈ ഒരു പാത്രങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഞാൻ ഇതിൻ്റെ മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് പോയിന് കേട്ടോ. അന്നേരം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇടയ്ക്കൊക്കെ ഞാൻ വന്നിട്ട് സാധനങ്ങളൊക്കെ അധികം ഇവിടുന്ന് തന്നെ വാങ്ങൽ. അപ്പോൾ ഇതാ കട്ടിംഗ് ബോർഡ് നോക്കാൻ വേണ്ടി പോയതതിനെ. അപ്പോൾ കട്ടിംഗ് ബോർഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയ പാത്രങ്ങളൊക്കെ എടുത്ത് നോക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു കൗതുകം കേട്ടോ, കുഞ്ഞി പാത്രങ്ങളൊക്കെ. അപ്പോൾ ഇതാ സ്റ്റീൽ പാത്രത്തിൻ്റെ ഏരിയ ആണിത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് 400 റുപ്യ കേട്ടോ. അപ്പോൾ വില കേട്ടാൽ ഞാനത് അങ്ങനെ തന്നെ അവിടെ വെച്ച്. പിന്നെ നൂൽപുട്ടിൻ്റെ അച്ചിൻ്റെ ചിരട്ട പാകില്ലേ, എന്താ അടിയിൽ ഹോൾ പോലത്തെ, അത് വാങ്ങണ്ടീനു. ഐറ്റം ഒന്ന് വാങ്ങിച്ച്. പിന്നെ ചായപാത്രമൊക്കെ നോക്കിക്കാൻ നല്ല അടിപൊളിയല്ലേ. പിന്നെ ഇതാ റൈസ് കുക്കറാണ് ഇട്ടത്. ഏത് ടൈപ്പ് ആണെങ്കിലും ഉണ്ട്. പിന്നെ പല മോഡൽ കുക്കർ, കാസ്ട്രോള്, പിന്നെന്താ പറയുക, എല്ലാം നല്ല നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കേട്ടോ. കുക്കർ നോക്കിക്കാൻ പല മോഡൽ കുക്കർ കേട്ടോ. പിന്നെ ഫ്ലവർ, പല മോഡൽ ഫ്ലവറുകളുണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെതാണ് കേട്ടോ. തുണിയും പ്ലാസ്റ്റിക്കും കൂടിയിട്ടുണ്ടാക്കിയത്. എന്ത് രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ അരിയത്ത് പോയി നിന്നാൽ അറിയാം. അതുപോലെ തന്നെ ഈ ഒരു ജഗ്ഗില്ലേ, തീരെ കനയില്ല കേട്ടോ. കണ്ടാൽ വിചാരിക്കും നല്ല കനമുണ്ടെന്ന്, പക്ഷേ ഗ്ലാസിൻ്റെതാണ്, തീരെ കനയില്ല, കനം കുറഞ്ഞ ടൈപ്പാണ്. അപ്പോൾ ഇതാ ഇതിനൊന്നും തീരെ കനയില്ല എന്ന് പറഞ്ഞ് എടുത്ത് വെക്കാൻ. അപ്പം നൂൽപുട്ടിൻ്റെ ഈ ഒരു അച്ചില്ലേ, അച്ചല്ല അടിഭാഗത്തുള്ള ചിരട്ടയില്ലേ, അതൊന്ന് എടുത്ത് വെക്കാമെന്ന്. അപ്പം നൂല് പോലത്തെ പുട്ട് വരണമെങ്കിൽ അങ്ങനത്തെ മതി എന്ന് പറഞ്ഞിട്ട് അവളോട് ഞാൻ പറയാമെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നൂൽപുട്ടിൻ്റെ അച്ചുണ്ടല്ലോ, അതിന് ഇട്ട് കൊടുത്താൽ മാത്രം മതിയല്ലോ. ഇപ്പം ആദ്യം ഞാൻ വിചാരിച്ച നൂൽപുട്ടിൻ്റെ അച്ച് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ പിന്നെ ഈ ഒരു ചിരട്ട കണ്ടുതരാം, അത് മതി എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ താഴേക്ക് വന്നിട്ടാ സാധനങ്ങളൊക്കെ വാങ്ങി. സാധനം വാങ്ങിയാൽ 400 റുപ്യൻ്റെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ 1 കിലോ ഈത്തപ്പഴം ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ, ഫ്രീ ആയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ബില്ല് താഴെ കൊടുക്കണം. അപ്പോൾ ഇതാ താഴേക്ക് വന്നേരം ബേക്കറിൻ്റെ ആ ഒരു സൈഡിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി. പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയി പിറ്റേ ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഉച്ചക്ക് മന്തി ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കേക്ക് മന്തി വേണമെന്നൊക്കെ പറഞ്ഞ കുട്ടികൾ, അപ്പോൾ മന്തി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്താ ചോറ് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചിടാമേ. അപ്പോൾ നിങ്ങളെ ക്ലീനിങ് ഒക്കെ ഇവിടെ വരായി ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അത് ആ ചോറ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.